ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ മോൻ്റെ വീട്ടിലാണ്. മോൻ്റെ കൊച്ചുമക്കളുടെ ബർത്ത്ഡേക്ക് വേണ്ടി വന്നതാണ് ഇന്നലെ. അപ്പോൾ ഇവിടെ ഇന്നൊരു വ്ളോഗ് പിടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ പിടിക്കുകയാണ്. ഇതാണ് വീടിൻ്റെ വഴി. അതിലേക്കൂടി കയറി ഇങ്ങനെ വന്നാലാണ് എൻ്റെ മോൻ താമസിക്കുന്നത്. കാക്കനാടാണ് വീട്. തുണിയൊക്കെ കഴുകിയിട്ടിരിക്കുന്നു. വീടിൻ്റെ മേലിലും എല്ലാം നല്ല വേറെ വേറെ വീടുകളൊക്കെ ഉണ്ട്. നല്ല ഏരിയയാണ്. ഒരു ഫ്ലാറ്റ് കണ്ടാൽ പൊങ്ങി നിൽക്കുന്ന ഫ്ലാറ്റ്. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ 16 നിലയെന്ന് 20 നിലയെന്നൊക്കെ പറഞ്ഞു. തൊട്ടടുത്ത വീടുകളാണിത്. ഓട്ടോയിൽ കയറി ആളുകൾ കുട്ടികളെ സ്കൂളിൽ വിടണമെന്ന് തോന്നുന്നു. ഒരു ചെത്തിപ്പൂവിൻ്റെ ചെടിയാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ നല്ല ഏരിയയാണ് ഇതെല്ലാം. ഇതാണ് മോൻ്റെ കാറ്. സ്വസ്തിക എന്നാണ് വീടിൻ്റെ പേര്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ പേര്. ഓട്ടോക്കാരനാണെന്ന് തോന്നുന്നു ഇവിടെ താമസിക്കുന്നത്. എൻ്റെ കൊച്ചുമോൻ്റെ സൈക്കിളാണ് ഈ ഇരിക്കുന്നത്. അവനെ ഇതിലാണ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കളിക്കുന്നത്. ചെരുപ്പെല്ലാം ഊരി ഇട്ടിരിക്കുകയാണ് അവൻ. വീടിൻ്റെ അകത്തോട്ട് കയറുന്ന കാര്യങ്ങൾ. ഇതൊരു മുറിയാണ് വീടിൻ്റെ. ഇവിടെ ഡൈനിങ്. ഇവിടെ എൻ്റെ മരുമകളെ സഹായിക്കാൻ വന്നൊരു ചേച്ചിയുണ്ട്. അത് പാചകം ചെയ്യാൻ. അപ്പൻ ചുടയാണല്ലേ? അപ്പൻ ചുടയാണോ? കറി എൻ്റെ മോൻ്റെ വീട്ടിൽ സഹായിക്കാൻ വന്നൊരു ചേച്ചിയാണ്. അത് കറി വെക്കുകയാണ്. മുട്ടക്കറിയെന്ന് തോന്നുന്നു. മുട്ട പുഴുങ്ങി ഇവിടെ വെച്ചിരിക്കുന്നു. സവാള എല്ലാം അരിഞ്ഞു മിക്സിയുടെ ജാറിൽ തക്കാളി ഇട്ട് വെച്ചു. തക്കാളി അരച്ചാണ് മുട്ടക്കറിയിൽ ഇടണത്. മല്ലിയില എല്ലാം വെച്ചിട്ടുണ്ട്. നല്ല അടുക്കളയാണ് ഇവിടെ ഉള്ളത്. പുതിയ രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടാണ് കറി വെക്കുന്നത്. ഇത് മുട്ടക്കറിക്ക് വേണ്ടിയാണ് ആദ്യം. ഇതാണോ ഈ സവാള ഇടുന്നത്? അത് എന്തിനാ? ഉരുളക്കിഴങ്ങ് പാസ്ത. മോന് വേണ്ടി പാസ്ത ഉണ്ടാക്കി കൊടുത്തു. മോന് സ്കൂളിൽ പോകും 8:30 മണിയാകുമ്പോൾ. കൊച്ചു മോന് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളെയും കൂടി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് തരാമെന്ന് പറഞ്ഞു മോള്. ഞങ്ങൾ കൊല്ലത്തോട്ട് വരാനുള്ള ട്രെയിനിൽ കയറി കൊല്ലത്തോട്ട് വരും. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി മാവ് എടുത്ത് വെച്ചിരിക്കുന്നു. മോൻ്റെ വീടിൻ്റെ ബാക്ക് വശമാണ്. ജനലെ കൂടിയാണ് ഞാൻ പിടിക്കുന്നത്. ഒരു പുളിമഴ നിൽക്കണം. ബാക്കിലൊരു ഓടിട്ട വീടുണ്ട്. തെങ്ങ് എല്ലാം നിൽക്കുന്നു. നല്ല വലിയ വലിയ വീടുകളാണ് എല്ലാം. പക്ഷെ ഒരു വീട് മാത്രം ഓടിട്ടത് കാണും. അങ്ങനെ ആ ചേച്ചി അപ്പം ചുടാൻ തുടങ്ങി. അപ്പത്തിന് എന്തൊക്കെയൊക്കെ ആട്ടണം? അരിയും ചോറും തേങ്ങയോ?
ചായ ഇനി ഒരു 8:30 മണിക്ക് ഇറങ്ങാറാകുമ്പോൾ ആ മോന് ചായ ഇടുന്നതാണ്. മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിരിക്കണമല്ല, ചേച്ചിയുടെ സ്പെഷ്യൽ മുട്ടക്കറിയാണത്. ചായയിൽ ഏലക്ക ഇടും അല്ലേ? ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏലക്ക, അവിടെ അടുത്ത് തന്നെ. അത് പൊടിച്ചിട്ട് ഇട്ട് കളയും. ഞാൻ മധുരം ഇടാത്തല്ല, അപ്പോൾ ഏലക്ക ഇഞ്ചി ചതച്ചിടുമ്പോഴേ ഒരു ടേസ്റ്റ് വരും. ഇഞ്ചി ഇട്ടാൽ അറിയൂല മധുരം ഇല്ലാത്ത എഫക്റ്റ്. അപ്പം ചുട്ട് വെച്ചിരിക്കണേ, ഒരപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ട്രെയിൻ ഇനി കുറച്ച് നേരം കഴിഞ്ഞ് വരും. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തോട്ട് പോവുകയാണ്. കാറിൽ മരുമോൾ കൊണ്ടുവന്ന് ഇനി കൊല്ലത്തോട്ട് പോകണം. വീട്ടിലെത്തിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയും. ട്രെയിനിൽ കയറിയിരുന്നു കൊല്ലത്തോട്ട് പോയി. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇനി ഒരു നല്ല വ്ളോഗുമായിട്ട് വരുന്നത് വരെ ബൈ.